നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മെയ് മാസത്തെ മകൻ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ ഈ 14-ാം തീയതി സർവാഭിഷ്ടസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് ദൈവാധീനം വർദ്ധിക്കും. അപ്പോൾ ദൈവാധീനം വർദ്ധിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് യോഗമുണ്ട്. എന്നാലും ലഗ്നത്തിനൊരു പാപമധ്യസ്ഥിതിയുണ്ട്. ലഗ്നത്തിൻ്റെ 12-ാം ഭാവത്തിൽ ചൊവ്വയും 2-ാം ഭാവത്തിൽ കേതുവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നടക്കാതെ വരിക, നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള അവസ്ഥ കാര്യങ്ങൾക്ക് ഒരു തൃപ്തിക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ഉച്ചബലവാനായിട്ടാണ് കർമാധിപതി നിൽക്കുന്നത്. അപ്പോൾ കർമാധിപതി ഉച്ച ബലവാനായിട്ട് പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുമ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കേണ്ടതാണ്. എന്നാൽ അഷ്ടമത്തിലാണ് പോയി നിൽക്കുന്നത് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ലഗ്നാധിപതി കർമ്മസ്ഥാനത്തുണ്ട്, പൂർണ്ണ ബലവാനാണ്. ലഗ്നാധിപതിയും കർമാധിപതിയും ബലവാനാണെങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് തൊഴിലിൽ പൂർണ്ണമായിട്ടുള്ള തൃപ്തി ഉണ്ടാകാതിരിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അത് ശനിയോട് യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ ശനിയോട് യോഗം ചെയ്തിട്ട് കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുമ്പോൾ അത് രാഹുകേതുക്കളുടെ ഒരു ബന്ധനാവസ്ഥയും കൂടി ഉണ്ടാകുമ്പോൾ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ രാഹുവിൻ്റെ മാറ്റം കൂടി വരുന്നുണ്ട്. രാഹുവിൻ്റെ മാറ്റം വരുന്ന 19-ാം തീയതിയാണ്. അപ്പോൾ 19-ാം തീയതിക്ക് ശേഷം 7-ാം ഭാവത്തിലേക്ക് രാഹു വരികയും 7-ാം ഭാവത്തിൽ അഷ്ടമത്തിൽ നിന്നിരുന്ന രാഹു 7-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ദാമ്പത്യ സംബന്ധമായിട്ട് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും കുറേ ഒരു അനുകൂലമായിരിക്കുന്ന അവസ്ഥയുണ്ടാകും. കാരണം നടുവേദന പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിന് പരിഹാരം വന്നു. ശനിക്കും ശുക്രനും ഒരു ബന്ധനദോഷം ഉണ്ടായിരുന്നു രാഹുകേതുക്കളുടെ. അപ്പോൾ ആ ദോഷത്തിന് പരിഹാരം വരും. അപ്പോൾ അതൊക്കെ കുറച്ച് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ്. നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട്, അതായത് ശനി അഷ്ടമത്തിൽ നിൽക്കുന്ന കാരണം ശാരീരികമായിട്ട് കുറച്ച് രോഗാവസ്ഥകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മൃത്യുകാരകനായിരിക്കുന്ന ശനി മൃത്യുസ്ഥാനമായിരിക്കുന്ന അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ കാരകഭാവനാശക എന്ന് പറയുന്ന യോഗമാണ്. അതായത് മരണയോഗം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ ലഗ്നാധിപതി തന്നെയാണ്. അപ്പോൾ തൊഴിലിൽ നേതൃത്വ സ്വഭാവം ഉണ്ടാകാനും ഉള്ള യോഗമൊക്കെ ഉണ്ട്. പക്ഷേ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന മാനസികമായിട്ടുള്ള സംതൃപ്തി കിട്ടാനോ അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടാനോ സാധ്യതയില്ല എന്നുള്ളതാണ് ഈ അഷ്ടമത്തിൽ പോയിട്ട് കർമാധിപതി നിൽക്കുന്നത് കൊണ്ടുള്ളൊരു ദോഷം. അതേപോലെ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യത്തിന് പുറമെ നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാൽ അത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയാണുള്ളത്. ഭാഗ്യസ്ഥാനത്ത് രക്ഷാസ്ഥാനാധിപതി ഉള്ളത് കൊണ്ട് നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അതേപോലെ വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. കാരണം 12-ാം ഭാവത്തിലാണ് ഭാഗ്യാധിപതി നിൽക്കുന്നത്. അതേപോലെ തന്നെ ലഗ്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ കർമാധിപതിയാണ്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തോ വീട് വിട്ടോ ഒക്കെ നിൽക്കാനായിട്ട് യോഗമുണ്ട്. ദൈവാധീനമുണ്ട്. ഭാഗ്യാധിപതി ആയിരിക്കുന്ന ചൊവ്വ 12-ലാണ്. അപ്പോൾ ഭാഗ്യം കിട്ടണമെങ്കിൽ 12-ാം ഭാവത്തിൽ വീട് വിട്ട് നിൽക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ സമയത്ത് കാണുന്നുണ്ട്. എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല വഴിപാടുകൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.